പാണ്ഡ്യരാജാവായ മാനവിക്രമ കുലശേഖര പെരുമാൾ എന്നയാളാണ് പൂഞ്ഞാർ രാജവംശത്തിന്റെ സ്ഥാപകൻ. ചോളരാജാവായ കുലോത്തുംഗ ചോളനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട മാനവിക്രമൻ തൻ്റെ കുടുംബത്തോടും വിശ്വസ്തരായ സേവകരോടും ഒപ്പം മധുര വിട്ടു. 1170 ഇവർ പാലക്കാട്ട് എത്തി. കരിക്കോട്, വന്നേരി എന്നിവിടങ്ങളിലാണ് ആദ്യം താവളമാക്കിയത്. പിന്നീട് ഇടപ്പള്ളിയിലേക്ക് താമസം മാറ്റി. യാത്രാമധ്യേ വണ്ടിപ്പെരിയാറിനടുത്തു വെച്ച് മാനവിക്രമനെയും സൈന്യത്തെയും കൊള്ളക്കാർ ആക്രമിച്ചു. ആ സമയത്ത് അവിടെ ഒരാൾ ആനയുമായി എത്തി കൊള്ളക്കാരെ പരാജയപ്പെടുത്തി. അദ്ദേഹം രാജാവിന് ആനയെയും ഒരു വടിയും നൽകി അവിടെ നിന്നും രക്ഷപ്പെടുവാൻ പറയുന്നു. അവിടുത്തെ വിചിത്ര സംഭവത്തിന് ശേഷം മാനവിക്രമൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി അവിടെ താമസിച്ചു. രാത്രിയിൽ ചില കൊള്ളക്കാർ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ രാജാവും ഭൃത്യന്മാരും കൊള്ളക്കാരെ ധീരമായി ചെറുത്തു. മാനവിക്രമന്റെ ഈ ധീരപ്രവൃത്തിയിൽ സന്തുഷ്ടനായ തെക്കുംകൂർ രാജാവ് വിലയേറിയ സ്വർണ്ണനാണയങ്ങളും മറ്റും സമ്മാനമായി രാജാവിന് നൽകുന്നു. വണ്ടിപ്പെരിയാറിലെ സംഭവങ്ങൾ മാനവിക്രമന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ സൃഷ്ടിച്ചു. അയ്യപ്പൻ തന്നെയാണ് ആനപ്പാപ്പാന്റെ രൂപത്തിലെത്തി തന്നെ രക്ഷിച്ചതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പൂഞ്ഞാർ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാറിൽ അയ്യപ്പന് വേണ്ടി മറ്റൊരു ക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു.